എങ്ങനെയാണ് ഒരു കറക്റ്റ് ഡയറ്റീഷ്യൻ നമ്മൾ ചൂസ് ചെയ്യുക, എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക? സോ ബേസിക്കലി നമ്മളൊരു കറക്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഇപ്പം നമുക്ക് കുറേ ഓൺലൈനിൽ ഫേക്ക് ഡയറ്റീഷ്യൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറേ ആൾക്കാർ പല ടൈപ്സ് ഓഫ് വീഡിയോസും കാര്യങ്ങളും റാൻഡംലി പോസ്റ്റ് ചെയ്തിട്ടുന്ന രീതിയിൽ ഫസ്റ്റ് അവരുടെ സർട്ടിഫിക്കേഷൻ നോക്കാന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പഠിച്ചിരിക്കുന്നത് MSc ഇൻ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് ആണ്. പക്ഷെ പല ആൾക്കാർ ചെയ്തിരിക്കുന്നത് 1 വീക്ക് കോഴ്സിലെ ഡയറ്റീഷ്യൻ ആവുന്നുണ്ട്, 6 months കോഴ്സിലുണ്ട്, 3 months കോഴ്സിലുണ്ട്, ഡിപ്ലോമ കോഴ്സിലുണ്ട്. അവരൊന്നും നമ്മൾ വി കാൺ കോൾ ദം ആസ് എ പെർഫെക്റ്റ് അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഡയറ്റീഷ്യൻസ് ആയിട്ട് നമ്മൾ ഒരിക്കലും വരെ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു കോഴ്സസ് അവരുണ്ടോ ചെയ്തിട്ടുണ്ടോ നോക്കുക. നിങ്ങളൊരു ക്ലിനിക്കിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഡയറ്റീഷ്യൻ ഒരു ഹോസ്പിറ്റൽ അല്ലാണ്ട് നിങ്ങളൊരു വേറെ ഒരു പുറത്ത് എവിടെയെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് അവരുടെ സർട്ടിഫിക്കേഷൻ എന്താ, അവർ MSc കഴിഞ്ഞ ആൾക്കാരാണോ, അല്ലെങ്കിൽ ഒരു ഇതിപ്പോൾ നിങ്ങൾ ഈ മെഡിസിൻസ് പറയുന്ന പോലെ നമുക്കും ഒരു 5 years കോഴ്സാണ്. 3 years നമ്മൾ ഹോം സയൻസിൽ BSc ഇൻ ഹോം സയൻസ് ചെയ്യുന്നുണ്ട്, അതേപോലെ MSc ഇൻ ക്ലിനിക്കലിൽ ചെയ്യുന്നുണ്ട്, അതേപോലെ ഹോസ്പിറ്റലിൽ നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഒരു 1 or 2 years നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാരാണ് പൊതുവെ നമ്മൾ ക്ലിനിക്സും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. സോ ഇതൊക്കെ ഉണ്ടോ എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നിങ്ങളൊരു ഇപ്പം നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പ്രോഡക്ട്സ് വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വേറെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾ കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷെ നിങ്ങൾ ഡയറ്റിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് അത്ര ബ്ലൈൻഡ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് നിങ്ങൾ ഇപ്പം ഒരു സെലിബ്രിറ്റി അത് ചെയ്തു അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി അത് ഒരു റെക്കമെൻഡ് ചെയ്തു എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുവാണെങ്കിൽ ഇറ്റ് വോണ്ട് ബി പെർഫെക്റ്റ്. അപ്പം നിങ്ങൾ എപ്പോഴും അവരുടെ സർട്ടിഫിക്കേഷൻസ് നോക്കിയിട്ട് നിങ്ങൾ